ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങി പുറപ്പെട്ട് നമ്മൾ കോളേജിൽ പോവാണ് ഗൈസ്. ഈ വീഡിയോയിൽ ഞാനൊരു ആഡ് ഷൂട്ട് ചെയ്യാൻ പോയ കഥയും പിന്നെ കോളേജിലെ ഇലക്ഷൻ്റെ കുറേ കഥയും കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയപ്പോൾ നമ്മൾ വരാൻ ലേറ്റ് ആയി അല്ലേ? നമ്മുടെ സ്ഥാനാർത്ഥികൾ ഹലോ ഗൈസ്. അതെ, എൻ്റെ കണ്ട ഇലക്ഷനൊക്കെ ആയതാണോന്ന് അറിയില്ല. ഞാൻ കോളേജിൽ പോയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണാനല്ലേ അറിയുന്നത്. കുറേ നേരം ഞാൻ അവിടെ ഇവിടെ തിരിഞ്ഞിരിഞ്ഞ് കളിച്ച് പിന്നെ ഞാൻ ബാഗ് കൊണ്ടാക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോകുന്ന ദൃശ്യമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ക്ലാസ് റൂം. ഒരു മനുഷ്യൻ വന്നില്ല, നമ്മളാണ് ആദ്യം. എല്ലാവരും അവിടെ പോയോ എന്തോ. ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇലക്ഷൻ വർക്കിന് പോയതാ. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കുറച്ച് പരിപാടികളുണ്ട്. പാടി. വ്ളോഗ് മീൻസ് വ്ളോഗ്. ഗൈസ്, നമ്മുടെ സ്ഥാനാർത്ഥി ഫർസിൻ കെ അമൃത. ഗൈസ്, ഇതാണ് അമൃത. ഇവളാണ് എന്നെ വ്ളോഗ് തുടങ്ങാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി. ഗൈസ്, തുടങ്ങൂ വരുതേ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഗൈസ്. അതാണ് മൃദുൽ. അമീർ സുഹൈൽ, അൽക്ക ഘോഷ്. ഗൈസ്, അങ്ങനെ നേരം വൈകി വന്ന് നമ്മൾ ലാബ് കയറാടെ വെറുതെ വന്ന് ചെറിയ കുത്തി ക്ലാസ്സിലിരിക്കുകയാണ്. എന്തായാലും ലേറ്റ് ആയി വെറുതെ ഇരിക്കല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേക്കപ്പ് ഇടാൻ നേരം വൈകിപ്പോയി. അപ്പൊ നമ്മൾ മേക്കപ്പ് ഇടാൻ പോവാണ് ഗൈസ്. ഇത് കണ്ടിട്ട് ഞാനെന്താ ഓവറാക്കുക നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ മേക്കപ്പ് ഇടല്ലേ. അതെന്താ സംഭവിച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കാണ്ട്, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട്. എൻ്റെ വല്യമ്മേൻ്റെ ഒരു പാർലറിൻ്റെ ഒരു ആഡിന് വേണ്ടിയിട്ട് ഒരു സാധനം ഷൂട്ട് ചെയ്യാണ്ട്. അപ്പം ഞാനാണെങ്കിൽ 9:30 ക്ലാസ്സിൽ എണീച്ച 8:45. അപ്പം നേരം വൈകിയ കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മേക്കപ്പ് ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. നേരം വൈകിയ നേരത്തെ ഞാൻ മേക്കപ്പ് കൂട്ടിയിട്ട് എൻ്റെ അമ്മേൻ്റെ വായിലിരിക്കുന്ന കൂടി ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാം പെറുക്കി ബാഗിലിട്ട്. അപ്പം ക്ലാസ്സിലൊന്ന് വെറുതെ ഇരിക്കല്ലേ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കോമ്പാക്റ്റും ലിപ്സ്റ്റിക്കും, സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഞാൻ എപ്പോഴും ഇടലുണ്ട്. അപ്പം നമ്മൾ ബാക്കി കുറച്ച് കോമ്പാക്റ്റും ഒക്കെ കൂടി പൊടി തട്ടി അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. പാട് പാട് പാടി പാട്. പാട്. പ്രിയന് മാത്രം നമ്മളന്ന് വാടി കവറിട്ടില്ലേ? അതിന്റെ ആ ഭാഗം ഓർമ്മയില്ല. ആണ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫർസിനെ പാട്ട് പാടാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടുന്ന ദൃശ്യമാണ് ഗൈസ്. വളർത്തി കരൂരി പാരുന്ന പഴത്തി
പോയി പോയി. മലയാളത്തിൽ ഫർസിനൊരു വലിയ സംഭവമാണെന്നാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളൊരു ടോക്ക്. ഇപ്പോൾ ഇവിടുന്ന് അറിയാതെ പഠിക്കൊണ്ടിരിക്കുന്ന എനിക്കൊരു ഡൗട്ട്. അതായത് വനവലാക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിൽ കാണുന്ന ഒരു വലയാണ്. എനിക്ക് പാട്ട് കേൾക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഡൗട്ട്. വനവലാക ആക്ച്വലി വനവലാക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നോക്കാം. അല്ലല്ല, നീ വനവലാകയായി പാടുന്നു കേട്ടില്ല? എന്താണ് ഈ വനവലാക? വനവലാക 1 eternity later. അറിയാതെ പാട്ടിലുണ്ടല്ലോ. ആക്ച്വലി വനവലാക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറുള്ള വെള്ളക്കറുള്ള പക്ഷി എന്നാണ് നോക്കിയാൽ സംസ്കൃതത്തിൽ ഈ വനവലാക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരയന്നം അതുപോലെയുള്ള പക്ഷികളെയാണ് വിശേഷിക്കുന്നത് വനവലാക. ഒന്നുകൂടി പാടിക്കാൻ, ലൈൻ പാടിക്കാൻ. വൈറ്റ് പക്ഷി, അരയന്നം. ഈ പാട്ട് കേൾക്കാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള എന്റെ ഡൗട്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ലൈൻസ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെയുള്ള ഒരു ലിറിസിസ്റ്റ് ആക്ച്വലി അത്തരത്തിലുള്ള ഉപയോഗിച്ചത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ധരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആ മരണത്തിൽ നമുക്ക് 2 മിനിറ്റ് മൗനം വാങ്ങിച്ചിരിക്കാം. ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതിന്റെ ഒരു ഭാഗമുണ്ട്, ഞാൻ എടുത്തരാം. ഒരു വരി വിടാം, ഞാൻ ആളാം. അത് ഈ പ്രിയമം ഞാൻ പാടും. എല്ലാം പൂച്ചി, എല്ലാം പൂച്ചി. മൂടൽ മഞ്ഞിൽ കുളിയുള്ള പുലരിയിൽ ഒന്നുകൂടി പറയേ. അപ്പൊ നമ്മള് പ്രധാനത്തിന് പോവാണ്. ഇത് ഫർസിങ് ആക്കാൻ കേട്ടോ. ഇത് 2 റൈവൽസ് ആണ് ഗൈസ്. നമ്മൾ നടന്നു വരുമ്പോൾ സുവോളജി അസോസിയേഷൻ സെക്രട്ടറി ഫർസിൻ കെ സ്വന്തം ബോർഡ് കണ്ട് നിർവൃതി അടയുന്ന ഫർസിൻ കെ യൂസഫ്. ഒന്ന് സ്ഥാനാർത്ഥി ബോസിൽ നിൽക്കൂ.
ഗൈസ് സ്ഥാനാർത്ഥി ഇലക്ഷൻ ആയതുകൊണ്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫർസി നിന്ന സെയിം പൊസിഷനിലേക്ക് SFI മത്സരിക്കുന്ന ആളാണ് അനുഭവേട്ട. അപ്പം നമ്മൾ അനുഭവേട്ടന് വേണ്ടിയുള്ള ബാഡ്ജ് കുത്താൻ വേണ്ടി ബാഡ്ജ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഗൈസ് നമ്മളെ സ്ഥാനാർത്ഥിയാണ് ഗൈസ്. എല്ലാരും അനുഭവേട്ടന് വോട്ട് ചെയ്യാം. ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ടുള്ളൂ. ഹലോ ഗൈസ്, ഗൈസ് എല്ലാവർക്കും വോട്ട് ചെയ്യാം. നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. സുവോളജി അസോസിയേഷൻ സെക്രട്ടറി KSU ഫർസീൻ. ഇത് SFI അനുഭവം. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? അങ്ങനല്ല, KSUവിന്റെ സെക്രട്ടറി ഫർസീന്, SFIന്റെ സെക്രട്ടറി അനുഭവം. ആര് ജയിക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഗൈസ് നമുക്ക് അനുഭവേട്ടനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. വരദ _ ലൈനൊക്കെ ഉണ്ടല്ലോ. സ്വന്തമായിട്ട് ലൈനൊക്കെ ഉള്ള ഏട്ടനാണ് ഗൈസ്. +6 ഇജ്ജ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഞാൻ ലൈക്ക് ചെയ്തു. എന്റെ വ്ളോഗ് ആർക്കേം ചെയ്യാനുണ്ടോ? കംപ്ലീറ്റ് ആവാത്തവരുണ്ടോ? എണ്ണം ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെയും ക്ലാസ്സിലേക്ക് പോവാണ്. അതാരത്? ആരാണോ അവന്റെ വിചാരം? ഷാരൂഖ് ഖാനാണോ അവന്റെ വിചാരം? ഇത് ഞാൻ വ്ളോഗിലിടൂ. ഗൈസ് ഞാൻ പുതിയ ലിപ്സ്റ്റിക് വാങ്ങി, നമുക്കത് അൺബോക്സ് ചെയ്യാം. എന്റെ ലിപ്സ്റ്റിക് അൺബോക്സിങ് കാണിങ്ങള് കാണ്. ഇവനാണ് പ്രൊഫഷണൽ മേക്കപ്പ് മാൻ. ഗൈസ് ആരാണ് വന്നതെന്ന് നോക്കൂ. ലിബാം ഇടുന്ന ഗൈസ് നമ്മൾ ഭാർഗവി നിലത്തിലേക്ക്. ഗൈസ് ഞങ്ങൾ വള അവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വന്നതാണ് ഗൈസ്. മടി ഗൈസ് നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ വോട്ട് ചോദിക്കലിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണ്ട് ഗൈസ്. മീറ്റ് മൈ ക്യാമറാമാൻ. മുടി സ്പാ ചെയ്യാൻ ഒരു ആഡ് എടുക്കാൻ പോകണം ഗൈസ്. നമ്മൾ അതെടുക്കാൻ പോവാണ്. അപ്പം പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോയായിരിച്ചു. ഞങ്ങൾ രണ്ടാളാണ് പോണത്. അപ്പം നമുക്ക് അവിടെ പോണത് കാണാം. നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ്. നമ്മൾ ഫ്രൈഡ് റൈസും ബിരിയാണി റൈസും ബിരിയാണി കഴിക്കുന്ന അനുഗ്രഹം, ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ഞാൻ. സോസൊക്കെ എടുക്കാം ഗൈസ്. ഈ ഷൂട്ടിങ്ങിന് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തിട്ട് ഇത് ഭയങ്കര ലാഗായിപ്പോവും. പിന്നെ അതിൻ്റെ വീഡിയോ എനിക്ക് ഇവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി മിക്സായിപ്പോവും. അപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ടിടാം. പിന്നെ എന്തൊക്കെ നടന്നു വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഹെയറൊക്കെ സ്പാ ചെയ്ത് സെറ്റൊക്കെ ചെയ്ത് അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. മുടിയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് റീലൊക്കെ ഇടാൻ വേണ്ടി. ഗൈസ് അങ്ങനെ നമ്മൾ
നമ്മൾ മുടി സെറ്റ് ചെയ്യുന്നത് ഫുള്ള് പോയി ഗൈസ്. നല്ല ക്ലൈമറ്റ്. ഹലോ ബ്രോ. ഹൈ ബ്രോ. വീട്ടിൽ പോവാൻ ഗൈസ്. നമുക്കിത് കഴിഞ്ഞ് തൈക്കൊണ്ടോ ക്ലാസ്സിൽ പോകാനുള്ളത് കൊണ്ട് നമ്മൾ പോവാണ്. അങ്ങനെ മുടി മുഴുവൻ സെറ്റ് ചെയ്ത ശേഷം കാറ്റത്ത് പാറിപ്പറന്ന് മുടീൻ്റെ സ്റ്റൈലൊക്കെ പോക്കി വീട്ടിൽ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ ചെയ്ത് വീട്ടിലെത്തി മുടീൻ്റെ സ്റ്റൈലൊക്കെ പോയി വന്നപ്പോൾ ആരാ ഇവിടെ നിൽക്കുന്നേ? അജിത്. ഞങ്ങൾ വീട്ടിലൊരാളെ എക്സ്പ്രഷൻ കാണിച്ചേരേ. എന്തേ മോളക്ക് ചേച്ചിന്റെ കുഞ്ഞനെ എന്ത് പറ്റി? പുവർ പോയി, പുവർ ഗേൾ. എന്തോ സങ്കടം ഉണ്ട് ഗൈസ്, ഡിപ്രഷനിലാന്ന് തോന്നുന്നു. എന്താ വളരെ മ്ലാനതാ. നമുക്ക് ചാടിച്ചു തരാം ഗൈസ്. പിന്നെ അത്രയാണ് ഉണ്ടായത്. ഞാൻ ആക്ച്വലി ക്യാമറ ഇവിടെയാന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് നോക്കി സംസാരിക്കും. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. അപ്പം അത്ര. അപ്പം നമ്മൾ മുടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് ഇപ്പം മേലേക്കണം, എന്നിട്ട് റെക്കോർഡ് ചെയ്യണം. ഇപ്പോഴാണ് സാധനം കണ്ടത്. ഞാൻ കൊച്ചി പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ 20 രൂപേൻ്റെ ഒരു ടാൻ റിമൂവൽ സ്ക്രബാണ്. ഞാൻ അന്ന് അവിടെ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ അത്യാവശ്യം പുറത്ത് പോയി നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേച്ചിട്ട് വല്ലതും സംഭവിക്കുമോ എന്ന് നോക്കാം. ഡ്രസ്സിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ഇത് പൊട്ടിച്ചോക്കാം. ക്രീം തേക്കാം, സ്ക്രബ് തേക്കാൻ പോവാണ്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ബാക്കിലിരുന്ന് എന്തെല്ലോ വർത്താനം പറയണം. ഞാൻ അമ്മേനോട് വർത്താനം പറയുന്നതാണ് ഈ വീഡിയോൻ്റെ അകത്ത് കാണുന്നത്. ഫേസ് പാക്ക് ഇട്ട് മുഖം നന്നായിട്ട് പൊള്ളിപ്പോയി ഗ്യാസ്. പേടിച്ചുപോയി. അമ്മ ഇതിനെ പറയാനൊന്നും ബാക്കിയില്ല. പേടിച്ച് കഴുകിക്കളഞ്ഞ്. പക്ഷേ ഞാൻ ഗൂഗിൾ നോക്കി, അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ആക്ച്വലി എൻ്റെ ടാന് നന്നായിട്ട് ഒറ്റ യൂസിൽ തന്നെ പോയിട്ട് കേട്ടോ. സാധനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇട്ട് പേടിച്ചുപോയി പൊള്ളി വെച്ചിട്ട്. പക്ഷെ സാധനം അടിപൊളി സാധനം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ മേലേക്ക് ഇട്ട് റെക്കോർഡ് ചെയ്താൽ ഏതാണ്ടൊരു 6:30 ഇപ്പോൾ പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇതേ ഇരിപ്പിലൂടെ ഇരിക്കുക. ലിപ്സ്റ്റിക്ക് നോക്കണ്ട. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് ടെസ്റ്റ് ചെയ്തതാണ്. അതാണ് ലിപ്സ്റ്റിക് ഇട്ട് വിട്ട് കുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കുള്ള പരിപാടി റെക്കോർഡ് ചെയ്തണം. മേലേക്ക് റെക്കോർഡ് ചെയ്തണം. വന്ന പടി ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഫോണിൽ ഫുള്ള് സ്പേസ് ഫുള്ള്. ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിലേ സ്പേസ് ഇല്ല. ഈ പാട്ട കൊണ്ടാത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോസ് ഇങ്ങനെ കുത്തി അരച്ചിട്ട് സ്പേസ് തീർന്നുപോയി. അപ്പം അതൊക്കെ ഇരുന്ന് കുറേ ഡിലീറ്റാക്കി അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പോയി മേലൊക്കെ കേക്ക് ഡ്രസ്സൊക്കെ മാറ്റി താഴെ പോയി. അപ്പോൾ ഫുൾ അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിയ കേക്ക് ഉണ്ടിന്, അത് ഇന്നലെ കഴിക്കാൻ മറന്നുപോയി. പിന്നെ ആ കേക്കും എടുത്ത് തിന്ന് ഉറങ്ങാൻ പോയി. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ആ വീഡിയോ, അതായത് നമ്മൾ എടുത്ത ആഡിനുള്ള ഓഡിയോ അയച്ചു കൊടുക്കുന്നതാണ്. കിടന്നുറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്ന ബ്ലോഗിൻ്റെ ബാക്കി എടുത്തില്ല, എൻ്റെ എടുത്തിലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എത്ര ആരും ഇന്ന് എടുത്ത വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങൾ പാർലറിൽ പോയി എടുത്ത വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി. അത് ഇരുടാകുമ്പോൾ അത്ര വലിയ മീൻസ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയ പുറത്തുനിന്ന് സൗണ്ട് ഉണ്ടാകാത്തതുകൊണ്ട് ഇപ്പം റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്ത്. ഇതാണ് എടുത്തിട്ട് ശരിയാവുന്നില്ല. എനിക്ക് ഭയങ്കര ചടപ്പ് പറഞ്ഞാൽ എനിക്ക് ഇന്ന ഒച്ചന്നെ കേൾക്കുമ്പോൾ ഒരുമാതിരി ഒരു സാധനം വരും. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയണം. ഈ ചില നമ്മൾ അയച്ച വോയിസൊക്കെ പിന്നെയും കേൾക്കുമ്പോൾ ഒരുമാതിരി സാധനം വരില്ല. എനിക്ക് അങ്ങനെ വന്നിട്ട് എനിക്ക് എങ്ങനെ അയച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പം അങ്ങനെ ലാസ്റ്റ് എന്തൊക്കെയോ ഞാൻ അയച്ചു കൊടുത്ത് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഓർമ്മ വന്ന എൻ്റെ അടുത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പം റെക്കോർഡ് ചെയ്തതിലൊന്നും നടന്നില്ല. അതിനിപ്പം നാളെ എഴുതാം.
അപ്പം ഗുഡ് നൈറ്റ്.